നമ്മുടെ നാട്ടിൻപുറത്തിൻ്റെ ഏറ്റവും സുഖകരമായ കാര്യം അതിൻ്റെ കൂട്ടായ്മയുടെ ഒരു പോസിറ്റിവിറ്റിയാണ് അല്ലേ? എല്ലാവരും ഒന്നിച്ച് എല്ലാവരും ഒരു ലക്ഷ്യത്തിനായി ഒന്നിച്ച് നിൽക്കുക, പരസ്പരം സഹായിക്കുക, ഇതൊക്കെയാണ് ഈ കൂട്ടായ്മയുടെ സന്തോഷം. അങ്ങനെ പുതുതലമുറയിൽ ഇതൊക്കെ കൈമോശം വരുന്നു എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷേ നമ്മുടെ പുതിയ കുട്ടികളെ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറൊന്നുമില്ല. എന്നാലും ആ നന്മകളുടെ ഓർമ്മപ്പെടുത്തലുമായി ഒരു നാടകം വരികയാണ്. അത് 7ാമത്തെ നാടകമാണ് കൊല്ലം കരുനാഗപ്പള്ളിയിലെ നാടക കൂട്ടായ്മയുടെ. അവരുടെ നേതൃത്വത്തിൽ അമ്പിളിമാമൻ എന്നൊരു നാടകം ഒരുങ്ങുകയാണ്. നാട്ടിലെ റിട്ടയർഡ് സർക്കാർ ജീവനക്കാരും പൊതുപ്രവർത്തകരും വിദ്യാർത്ഥികളും ഒക്കെ കൂടി വേദിയിലെത്തിക്കുന്ന അമ്പിളിമാമൻ സമീപത്തെ ക്ഷേത്രോത്സവത്തിലായിരിക്കും അവതരിപ്പിക്കുക. നാട്ടിലെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു നാടകം ഒരുങ്ങുകയാണ്. 7ാമത് നാടകമാണ് ഇവർ തയ്യാറാക്കുന്നത്. നമ്മളുള്ളത് കൊല്ലം കരുനാഗപ്പള്ളിയിലാണ്. നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. നാടക കളരിയിലാണ് നമ്മൾ ഉള്ളത് അല്ലേ? നാടകത്തിന്റെ ഡയറക്ടർ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ നാടകം പറയുന്നത്? ഈ നാടകം ഇന്നത്തെ തലമുറയിൽ കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ചില നന്മകൾ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഈ വേദിയിൽ തന്നെ ഞങ്ങളിപ്പം 7ാമത് നാടകമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ 7 വർഷക്കാലവും പാട്ടൂരിക്കൽ അമ്പലത്തിൽ എല്ലാ വർഷവും ഓരോ നാടകം ഒരു ദിവസം ഞങ്ങൾ കളിക്കാറുണ്ട്. അതിൽ നാട്ടിലെ വിവിധ തലങ്ങളിൽപ്പെട്ടവർ, അധ്യാപകരുണ്ട്, റിട്ടയേർഡ് SI ഉണ്ട്, അതുപോലെ രാഷ്ട്രീയക്കാരുണ്ട്, ലോക്കോ പൈലറ്റ് ഉണ്ട്, വിദ്യാർത്ഥികൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുണ്ട്, 9ാം ക്ലാസ് വിദ്യാർത്ഥിയുണ്ട്. എല്ലാം സാധാരണ നാട്ടിലുള്ള അപാലവൃദ്ധം ജനങ്ങൾക്ക് ഒരുപാട് പ്രായം ചെന്ന മനുഷ്യരുണ്ട്. എല്ലാ തലങ്ങളിലും ഉള്ളവർ ചേർന്ന് നടത്തുന്ന ഒരു വെഞ്ചറാണിത്. എല്ലാ പ്രാവശ്യവും നല്ല പ്രേക്ഷക ശ്രദ്ധ കിട്ടാറുണ്ട്. നല്ല രീതിയിൽ ഞങ്ങളെ നാട്ടുകാരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ശരിക്കും ഈ നാടകത്തിന് നാട്ടുകാർ വലിയ പിന്തുണയാണ് നൽകുന്നത്. ഒരുപാട് പ്രതീക്ഷയുണ്ട് അല്ലെ? ഈ നാടകം അരങ്ങിലേക്ക് എത്തുമ്പോൾ നാട്ടുകാർക്ക് വലിയ പ്രതീക്ഷയില്ലേ? എന്താണ് ഇതിൽ പറയുന്നത് എന്നൊക്കെ നാടകത്തിന്റെ രചയിതാവാണ് നമ്മോടൊപ്പം ചേരുന്നു. നാടകത്തിൽ നമ്മൾ ഇപ്പം സംവിധായകൻ ഷാജിക്ക പറഞ്ഞതുപോലെ തന്നെ പഴയ കുറെ കാലത്ത് നമുക്ക് ഒരുപാട് നന്മകൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഒരു പ്രണയമുണ്ട്, പഴയ കാലത്തെ കുറെ കുട്ടികളുടെ കളികളൊക്കെ ഉണ്ട്. അതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. പിന്നെ ഈ ഒരു നാടകം ഈ വടക്കൻ മൈനാഗപ്പള്ളി പാട്ടുപുരയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് വേണ്ടി മാത്രമാണ്, ഒറ്റ വേദി മാത്രമാണ് ഈ നാടകം കളിക്കുന്നത്. ഞങ്ങൾ 3 മാസക്കാലമായിട്ട് ഈ വീട്ടിൽ, ഈ രമണൻ ചേട്ടന്റെ വീട്ടിലാണ് ഞങ്ങൾ ക്യാമ്പും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം വൈകുന്നേരങ്ങൾ ചീനി പുഴുങ്ങി തിന്നും കാപ്പി കുടിച്ചുമൊക്കെയാണ് ഞങ്ങൾ ക്യാമ്പുകൾ നടത്തുന്നത്. ഇങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇപ്പം സാറ് പറഞ്ഞോണം എല്ലാവരും ഉണ്ട്, എല്ലാ നാട്ടിൻപുറത്തെ എല്ലാ ആൾക്കാരും ഉണ്ട്. പിന്നെ നല്ലൊരു സപ്പോർട്ടും ഉണ്ട് ഞങ്ങൾക്ക്. ഇതാണ് അതാണ് പ്രായമായവർ വരെ, വിദ്യാർത്ഥികൾ വരെയാണ് ഈ ഒരു നാടകത്തിൽ അണിനിരക്കുന്നത്. ഒരു വിദ്യാർത്ഥി നമ്മളൊപ്പം ശരിയാണ്. ഇപ്പൊ പരീക്ഷാകാലമൊക്കെയാണ്, എന്നാലും അവർ ഈ നാടകത്തോട് ഉള്ള ഒരു കലയോടുള്ള ഒരു സ്നേഹം കാരണമാണ് വരുന്നത്. വീട്ടിലൊരു സപ്പോർട്ട് ഉണ്ട്, നല്ല സപ്പോർട്ട് ഉണ്ട്. അമ്മയ്ക്കും അച്ഛനും നല്ല സപ്പോർട്ട്. അവർ കലാകാരാണോ? അല്ല, അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നാടകത്തില് എന്നെ അഭിനയിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ 3ാമത്തെ നാടകം ഉണ്ട്. എങ്ങനെയാ സാറേ? ശരിക്കും ലോക്കോ പൈലറ്റ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇദ്ദേഹം വലിയ തിരക്കുള്ള ആളാണ് അല്ലേ? തിരക്കുകൾക്കിടയിലാണ് ഈ ഒരു കലാപ്രവർത്തനം. നമ്മുടെ ജോലി സംബന്ധിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഈ സമിതിയുടെ സെക്രട്ടറിയാണ് ഞാൻ. നമ്മള് ഈ മൈനാഗപ്പള്ളി പഞ്ചായത്തിന്റെ വടക്ക് ഭാഗമാണ് വടക്ക് മൈനാഗപ്പള്ളി. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ എൻ്റെ കൊച്ചുനാൾ മുതൽ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഒക്കെ കൊച്ചുനാൾ മുതലേ നാടകലയുടെ വലിയ സ്നേഹവും കാണിച്ചും പണ്ട് തൊട്ടേ വലിയ വലിയ സമിതി അന്നുണ്ടായ സമിതികളിൽ നാടക മത്സരങ്ങൾ, പ്രൊഫഷണൽ നാടക മത്സരങ്ങൾ, അമച്ചർ നാടക മത്സരങ്ങളൊക്കെ കണ്ടു വളർന്ന ഒരു സമൂഹമാണ് നമ്മൾ. ആ ഒരു പാരമ്പര്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൂട്ടായ്മ ഞങ്ങൾ ഉണ്ടാക്കിയത്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയം തൊട്ട് തന്നെ നാടകത്തിന്റെ ഫീൽഡിലുള്ളതാണ്. അമ്പിളിമാമൻ എന്ന ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന വേണുക്കുട്ടൻ എന്ന കലാകാരനാണ് നമ്മളോടൊപ്പം ചേർന്ന്. ഇദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ് അല്ലേ സാറേ? അതെ. എങ്ങനെയാണ് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്ലാത്ത ഒരു അനുഭവമാണ് ഇങ്ങനെയുള്ളൊരു നാടക ക്യാമ്പ് എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ വളരെ പണ്ട് മുതൽ തന്നെ ഈ നാടക കളരികൾ ഇങ്ങനെ സംഘടിപ്പിച്ച് അതിൻ്റെയൊക്കെ ഒരു അനുഭവം, ഊർജമൊക്കെ ഉൾക്കൊണ്ട് വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ, ഇവിടെ നമ്മുടെ ബഹുമാനായ പ്രിയപ്പെട്ട സംവിധായകനും തിരുക്കഥാകൃത്ത് നമ്മുടെ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് മൂല്യങ്ങളുണ്ട്. അതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ഒരു എളിയ ശ്രമമാണ് ഈ ഒരു കൂട്ടായ്മയിലൂടെ ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇതുപോലെ ഈ നാടകത്തിൽ മറ്റൊരു കഥാപാത്രം അവതരിപ്പിക്കുന്ന റിട്ടയർഡ് എസ് ഐ ഉണ്ട് നമ്മളോടൊപ്പം ചേരുകയാണ്. അല്ലേ സാർ? നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ്? എൻ്റെ പേര് തമ്പാൻ എന്നാണ്. ഞാൻ നേരത്തെ 30 വർഷം സർവീസിന് ശേഷം കഴിഞ്ഞ വർഷമാണ് പെൻഷനായി വരുന്നത്. നേരത്തെ പോലീസിൽ കിട്ടുന്നതിന് മുമ്പ് ഞാൻ ചെറിയ ചെറിയ രീതിയിലൊക്കെ നാടകം കളിക്കുമായിരുന്നു. ഈ ഇവിടെ ഈ പിന്നെ അടയാള വാട്സിൻ്റെ നാടകങ്ങളൊക്കെ നേരത്തെ കാണുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് സഹകരിക്കാൻ പറ്റിയത്. നല്ലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഇതിൻ്റെ നാടക ക്യാമ്പ് തന്നെയാണ്. ഇത്രയും സൗഹൃദത്തോടും കൂട്ടായ്മയോടും ജാതി മതത്തിനും അതീതമായി ചിന്തിക്കുന്ന ഒരുപക്ഷെ ഞങ്ങളുടെ നാടകത്തിൻ്റെ ഒരു സന്ദേശം അതുകൂടിയാണ്. ഈ ക്യാമ്പ് തന്നെ അതിൻ്റെ ഒരു റോൾ മോഡലായിട്ട് മാറിയിരിക്കുകയാണ്. ഇവർ കരുതുന്നത് പോലെ തന്നെ ഈ നാടകം ഈ നാടിന്റെ ഒരു മുതൽക്കൂട്ടായി തന്നെ മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സുനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര.